Good morning. Today we are discussing business cycle and their phases. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് ബിസിനസ് സൈക്കിൾ ഓർ ട്രേഡ് സൈക്കിൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ബിസിനസ് സൈക്കിളും അതിൻ്റെ പേസസും ആണ് പറയാൻ പോകുന്നത്. ഒന്നുകൂടി നോക്കാം. എന്താണ് ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ? ബിസിനസ് സൈക്കിൾ മീൻസ് ഫ്ലക്ച്വേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഫ്ലക്ച്വേഷൻ മീൻസ് ചേഞ്ചസ് ആണ്, എക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്ന ചേഞ്ചസുകൾ. ക്യാരക്ടറൈസ്ഡ് ബൈ ഓൾട്ടർനേറ്റിംഗ് പീരീഡ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിന് എന്തുണ്ടാവും? ഉയർച്ചയുണ്ടാവും, അതിൻ്റേതായ താഴ്ച അല്ലെങ്കിൽ വളർച്ചയുണ്ടാവും, തളർച്ചയുണ്ടാവും. എക്സ്പാൻഡ് ചെയ്യും ബിസിനസ് സ്ഥാപനം, വളർച്ചയും ഉണ്ടാവും, അതിനൊരു ഗുഡ് ടൈമും ഉണ്ടാവും, ബാഡ് ടൈമും ഉണ്ടാവും. അതിനിടയിലാണ് ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസുകൾ നടക്കുന്നത്. അത് എന്തുകൊണ്ടാണ് സെയിൽസ് കൂടാനും സെയിൽസ് കുറയാനും ഒരുപാട് കാരണങ്ങളുണ്ട്. എങ്ങനെയായാലും ഒരു ബിസിനസ് സ്ഥാപനത്തിന് എന്തുണ്ട്? എക്സ്പാൻഷനുണ്ട്, കോൺട്രാക്ഷനുണ്ട്. അതിനാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഫേസസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തതാണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. Contraction, it is a period of decreasing consumer confidence and economic activity. അപ്പോൾ കൺസ്യൂമറിൻ്റെ കോൺഫിഡൻസ് കുറയുക, എക്കണോമിക് ആക്ടിവിറ്റീസും ഡിക്രീസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഏത്? കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 സ്മോളർ സ്റ്റേജസ്. ഈ കോൺട്രാക്ഷൻ്റെ അകത്ത് 3 സ്റ്റേജസുകളാണുള്ളത്: റിസഷൻ, ഡിപ്രഷൻ ആൻഡ് ട്രഫ്. ഇവിടെ ഈ കോൺട്രാക്ഷൻ്റെ ടൈമിൽ GDP താഴോട്ടേക്ക് പതിക്കും. അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും, തൊഴിലില്ലായ്മ വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളൊരു സ്റ്റേജാണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡിക്രീസിങ് കൺസ്യൂമർ കോൺഫിഡൻസും എക്കണോമിക് ആക്ടിവിറ്റീസും ഡിക്രീസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഏത്? കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. നോക്കാം. അതിലുള്ള ഫസ്റ്റ് ഒരു സ്മോളർ സ്റ്റേജാണ്. ഒന്നാമത്തത് റിസഷനാണ്. നോക്കാം റിസഷൻ എന്താണെന്ന് നോക്കാം. റിസഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് റിഡ്യൂസ്ഡ് എക്കണോമിക് ആക്ടിവിറ്റി ഇൻ വിച്ച് ലെവൽ ഓഫ് ബൈയിങ്, സെല്ലിങ്, പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ടിപ്പിക്കലി ഡിമിനിഷ്. എല്ലാം താഴോട്ടേക്ക് പതിക്കും. ആൾക്കാർ സാധനങ്ങൾ വാങ്ങുന്നത് കുറയും, സെയിൽ കുറയും, പ്രൊഡക്ഷൻ കുറയും, എംപ്ലോയ്മെൻറ്റും കുറഞ്ഞു വരും. അങ്ങനെയുള്ളൊരു സ്റ്റേജസാണ് റിസഷൻ എന്ന് പറയുന്നത്. അതേപോലെ കൺസ്യൂമേഴ്സിൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞു വരും. അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഇൻക്രീസിങ് വൈൽ ഇൻഫ്ലേഷൻ ഈസ് ഡ്രോപ്പിങ്. അൺഎംപ്ലോയ്മെൻറ്റ് വളരെ കൂടുന്ന ഒരു സ്റ്റേജാണ് ഇത് റിസഷൻ എന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ സ്റ്റേജാണ് ഡിപ്രഷൻ. Depression is the most fearful stage of a trade cycle. The phase of depression, also called slump, characterized by low economic activities, rapid decline in general output and employment. എംപ്ലോയ്മെൻറ്റും കുറയും, ഔട്ട്പുട്ടും പ്രൊഡക്ഷൻസൊക്കെ കുറയുന്ന ഒരു സ്റ്റേജാണ് ഇത് ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. അതിൽ മൂന്നാമത്തതാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്, താഴേക്ക് പതിക്കുന്ന സ്റ്റേജാണ് ട്രഫ് എന്ന് പറയുന്നത്. കോൺട്രാക്ഷൻ റീച്ചസ് എ മിനിമം. ഏറ്റവും ഡിക്ലൈനിൻ്റെ മാക്സിമമാണ് ഇത് വരുന്നത് ട്രഫ് എന്ന് പറയുന്നത്. എക്കണോമി ഇറ്റ്സ് ബോട്ടം. ഇപ്പോൾ കൊറോണേൻ്റെ ഒരു സമയത്ത് ആ ട്രഫിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കാത്ത, പുറത്തിറങ്ങാത്തൊരു സമയം, എക്കണോമി തീരെ ചലിക്കാത്ത ഒരു സമയം. ഔട്ട്പുട്ട് സ്റ്റാർട്ട് ടു സ്റ്റാൻഡ് സ്റ്റിൽ, പ്രൊഡക്ഷൻസൊക്കെ നിന്നുപോയി. ആൻഡ് ലെവൽ ഓഫ് കൺസ്യൂമേഴ്സ് കോൺഫിഡൻസ് സ്റ്റാർട്ട് ടു ലെവൽ ഓഫ്. ആർക്കും എന്തില്ല, അത്ര പ്രൊഡക്റ്റ്, ഈ നെസസറി ഗുഡ്സ് ഒക്കെയുള്ള ഒരു പ്രൊഡക്റ്റും ആൾക്കാർ വാങ്ങാത്തൊരു സ്റ്റേജ് ട്രഫ്. അങ്ങനെ ഒരു സ്റ്റേജ് ട്രഫ് എന്ന് പറയുന്ന സ്റ്റേജ് ഇതിൻ്റെ മുന്നേ ഉണ്ടായിട്ടുണ്ട്. 1930 ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ സാധാരണ ഒരു എക്കണോമിയിൽ 4% ഒക്കെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുക. ആ സ്റ്റേജിൽ 1930 ഏകദേശം 25% അൺഎംപ്ലോയ്മെൻറ്റ് സ്റ്റേജൊക്കെ വന്നിട്ടുണ്ട്. അത്രയും ഭീകരമായൊരവസ്ഥയാണ് ട്രഫിലുണ്ടാകുക.
എൻഡ് ഓഫ് റിസഷൻ, ഗ്രോത്ത് ഇതിൻ്റെ ഈ റിസഷൻ്റെ ലാസ്റ്റ് ഇവിടെ പിന്നെ എന്ത് സംഭവിക്കും, ഒരു ഗ്രോത്ത് സംഭവിക്കും. പിന്നെ എഴുതുന്നതാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന വേറൊരു സ്റ്റേജസ് ആണ്. നമ്മൾ ബിസിനസ് സൈക്കിളിൻ്റെ അകത്ത് മറ്റൊരു ഫേസസ് ആണ് പറയുന്നത്. എക്സ്പാൻഷൻ, ഇൻക്രീസ്ഡ് കൺസ്യൂമർ കോൺഫിഡൻസ്. ഈ സമയത്ത് എക്സ്പാൻഡ് സമയത്ത് കൺസ്യൂമറിൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ കൊറോണ കഴിഞ്ഞു. അപ്പോൾ കൊറോണേൻ്റെ ഈ കാലഘട്ടം, കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് എന്ത് ചെയ്തു, കൺസ്യൂമറിൻ്റെ കോൺഫിഡൻസ് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ബിസിനസ് വീണ്ടും പഴയതുപോലെ എന്ത് ചെയ്യും, ഇൻറ്റു ഹയർ ലെവൽ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഇടപെടലുകൾ ഈ സമയത്തുണ്ടാവും. കുറേ സബ്സിഡി കൊടുക്കുക, കുറേ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ എക്സ്പാൻഷൻ ഉണ്ടാകുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 സ്മോൾ സ്റ്റേജസ്: റിക്കവറി, ബൂം, പീക്ക്. നോക്കാം. ഫസ്റ്റ് റിക്കവറിയാണ്. ദ ടേണിംഗ് പോയിൻ്റ് ഫ്രം ഡിപ്രഷൻ ടു എക്സ്പാൻഷൻ ഇസ് ടേംഡ് ആസ് റിക്കവറി ഓർ റിവൈവൽ പേസ്. കൺസ്യൂമേഴ്സ് കോൺഫിഡൻസ് സ്റ്റാർട്ടഡ് ടു ഇൻക്രീസ്. കൺസ്യൂമറിൻ്റെ എന്ത് ചെയ്യും, കോൺഫിഡൻസ് സ്റ്റാർട്ട് ചെയ്യും. റൈസ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസിൽ പതുക്കെ എന്ത് ചെയ്യും, റൈസ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് റിക്കവറി ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജാണ് ബൂം. കൺസ്യൂമർ കോൺഫിഡൻസ് സ്റ്റാർട്ട് ടു ഇൻക്രീസ് അറ്റ് എ ഫാസ്റ്റർ പേസ്. അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ ഫാള്, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ലെവൽ കുറയും. ബിസിനസ് സ്റ്റാർട്ട് ഇൻക്രീസ് ദെയർ കൺസ്ട്രക്ഷൻ ലെവലിലേക്ക് എന്ത് വരും, ബിസിനസ്സുകൾ വരും. റൈസ് ഇൻ നാഷണൽ ഇൻകം കൂടും. റാപ്പിഡ് എക്കണോമി കൂടും. ഇൻഫ്ലേഷൻ ഇൻക്രീസ് അറ്റ് വെരി ഹൈ റേറ്റ്. ഇതൊക്കെയാണ് ഭൂമിയിലുണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക്. അടുത്ത നോക്കാം, പീക്ക്. അത് ഏറ്റവും ടോപ്പ് ലെവലാണ്. പീക്കിൽ എന്താ സംഭവിക്കുന്നത്, എക്കണോമി ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് പീക്ക്. ഔട്ട്പുട്ട് സ്റ്റാർട്ടഡ് ടു സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് ലെവൽ ഓഫ്. ഔട്ട്പുട്ട് മാക്സിമം ആവും. കൺസ്യൂമർ കോൺഫിഡൻസ് സ്റ്റാർട്ടഡ് ടു ഡിക്ലൈൻ. ഈ സമയത്ത് കൺസ്യൂമറിൻ്റെ കോൺഫിഡൻസ് ചെറുങ്ങനെ കുറയാൻ തുടങ്ങും പീക്കിലെത്തിക്കഴിഞ്ഞാൽ. കാരണം ഏറ്റവും ടോപ്പിലാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങ് താഴോട്ടേക്കാണ് വരാനുള്ളത്, ഡിക്ലൈനിലേക്കാണ് വരാനുള്ളത്. പീപ്പിൾ സ്റ്റാർട്ട് ടു സ്റ്റോപ്പ് ദെയർ ബൈയിങ്. എല്ലാവരും എന്ത് ചെയ്തു, വാങ്ങിച്ചു. ഒരുവിധം എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ് മാർക്കറ്റിലേക്ക് പോകുക. ഈ പീക്ക് ലെവലിലൊക്കെ മാർക്കറ്റിലേക്ക് പോകുന്നത് ബാഗ് നിറയെ പണവുമായിട്ട് തിരിച്ച് ഫുൾ പ്രൊഡക്റ്റുമായിട്ടാണ് തിരിച്ചു വരിക. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ അടുത്ത് പൈസ കുറയാൻ തുടങ്ങും. അതാണ് പീക്ക്. പിന്നെ താഴോട്ടേക്കാണ് അതുകൊണ്ട് തന്നെ GDP ബിഗിൻ ടു ഡിക്ലൈൻ. ആ പീക്കിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ടേക്കാണ് വരിക. നോക്കാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. എക്സ്പാൻഷൻ സംഭവിക്കുന്നു, പീക്കിലെത്തുന്നു, റിസഷനാണ്, താഴോട്ടേക്ക് പോകും, പിന്നെ ട്രഫിലെത്തും, വീണ്ടും എന്ത് ചെയ്യുന്നു, ഇത് താഴോട്ടേക്ക് വരുന്നത് ഡിപ്രഷനാണ്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ളത് ഡിപ്രഷനാണ്. മൊത്തത്തിനെ നമ്മൾ എന്ത് പറയും, റിസഷൻ എന്ന് പറയും. ഇത് താഴോട്ടേക്കുള്ളത് റിസഷൻ എന്ന് പറയും. ഇത് കാണുന്നത് ഏവറേജാണ്. ഏവറേജിലേക്കാണ്ട് താഴെ വരുമ്പോഴാണിത് ഡിപ്രഷനായി മാറുന്നത്. ഏവറിനേക്കാൾ മുകളിലേക്ക് പോകും, പീക്കിലെത്തുന്നു. ഓക്കെ, ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.